ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പാചകപ്പുരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിന് നമുക്ക് ആദ്യമേ മസാല നോക്കാം. മസാല നോക്കുള്ളൂ. ഇത് ഞാൻ ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് ഞാൻ ജാതിക്ക ഉണ്ടല്ലോ, ജാതിപത്രി, അതിൻ്റെ ഒരു പീസ് ചേർത്തിട്ടുണ്ട്, ചെറിയൊരു പീസ്. അല്ലാണ്ട് നമ്മൾ സാധാ ചേർക്കുന്ന മസാല തന്നെയാണ്, കറി മസാല തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണ്ട സാധനങ്ങൾ: 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കറി മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്കൊരു ഇടത്തരം സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് ഉള്ളി നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ചെറിയ ഉള്ളി അരിയുന്ന സമയത്ത് ഇത് നമുക്ക് രണ്ടായിട്ട് മുറിച്ചിട്ടാൽ മാത്രം മതിയാകും. അപ്പോൾ വലുതായിട്ട് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ശേഷം നമുക്ക് ഇഞ്ചി ചതച്ചെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം എല്ലാ സാധനവും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കുക്കറിൽ വേവിച്ചതിന് ശേഷം പിന്നീട് ചട്ടിയിലേക്ക് മാറ്റി അടിപൊളി ചിക്കൻ കറി ആക്കിയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ മസാലപ്പൊടി നമുക്ക് നേരത്തെ വേണമെങ്കിൽ തയ്യാറാക്കി വെക്കാം. പക്ഷേ അത് ഇതുപോലൊരു കവർ നമ്മളിപ്പം തയ്യാറാക്കിയതിന് ശേഷം ഇത് നമ്മൾ മിക്സിയിലിട്ട് നമ്മൾ മസാല പൊടിച്ചതിന് ശേഷം ഒരു കവറിനകത്ത് കെട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ അതിൻ്റെ മണം പോകാതെ ഇരിക്കും. നമുക്കിനി നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇതുപോലെ ഒരു കാര്യമുണ്ട്, എനിക്കൊരു ഹെൽപ്പറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു സഹായിയുണ്ട്, ആൾ കൂടെ നടക്കുന്നുണ്ട്. ഞാൻ അവസാനം കാണിച്ചു തരാം ആളിനെ. ഞാൻ എന്ത് ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വസ്തുക്കളെടുത്ത് എറിഞ്ഞിട്ട് പോകുന്ന ഒരാളുണ്ട് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എണ്ണ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എണ്ണയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സവോള വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ആദ്യം 3 ഇടത്തരം സവോളയാണ് എടുക്കേണ്ടത്. അപ്പം ഞാൻ എടുത്തത് അല്പം കൂടിയത് കൊണ്ട് വലിയൊരു സവോളയാണ് കൂടി പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സവോള ഒന്ന് ചൂടാക്കുക, വഴറ്റിയെടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാം. സവോളയോട് ഒപ്പമോ അല്ലാതെയോ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരല്പം ഉള്ളി വഴറ്റിയതിന് ശേഷം മാത്രമാണ് സവോളയും ഇഞ്ചിയും ആഡ് ചെയ്തിരിക്കുന്നത്. ശേഷം നമുക്ക് ചെറുള്ളിയും മുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം വാടുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അല്പം കൂടെ ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അല്പം കൂടെ അടച്ച് വെക്കാം. അതോടൊപ്പം ഒരല്പം കൂടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നന്നായി ഉള്ളി വാടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ആ ചെറിയ ഉള്ളിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ചുവന്നുള്ളി കൂട്ടുമ്പം നമുക്ക് കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് വരുന്നതാണ്.
ഏകദേശം നന്നായി ഉള്ളി വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പില ഉള്ളായിരുന്നു, അതനുസരിച്ച് ഇട്ട് കൊടുത്തു. കറിവേപ്പില കൊടുക്കുമ്പോൾ നമുക്ക് നല്ല മണമാണല്ലേ, നല്ല മണം കിട്ടും. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഉള്ളിയുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. നന്നായി ചതച്ചിട്ടേ ഉള്ളൂ, ഞാൻ പൊടിയാക്കിയിട്ടില്ല. നിങ്ങൾക്ക് പൊടിയായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നന്നായി മിക്സ് ചെയ്യുക. ശേഷം നമ്മുടെ മസാലപ്പൊടി ആവശ്യത്തിന് വിതറി കൊടുക്കുക. ഒരല്പം മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ചെയ്യുക. ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം, കുറച്ച് സമയത്തേക്ക് അടച്ച് വയ്ക്കാം. നമ്മളിങ്ങനെ അടച്ച് വയ്ക്കുന്ന സമയത്തിനകത്ത് ഇറച്ചിയിൽ നിന്ന് വെള്ളം അതിനകത്തേക്ക് നമ്മൾ കറിയിലേക്ക് ഇറങ്ങും. ഞാനതിനകത്ത് അഡീഷണൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇതിൽ നിന്നുള്ള വെള്ളം വെച്ച് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഇറച്ചി ഒരു പരുവായതിന് ശേഷം നമ്മൾ വിസിൽ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ്. കുറേശ്ശെ വെള്ളം ആയിട്ടുണ്ട് ഇതിനകത്ത്. നന്നായി ഇളക്കി കൊടുക്കുക. നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം ചെവിട്ടിൽ പിടിക്കാനായിട്ട്, പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഏകദേശം ഇറച്ചി ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളമുണ്ട് ഇതിനകത്ത്. ഞാനിതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അടിയിൽ പിടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുറച്ചൊരല്പം ഒരു 1/4 ഗ്ലാസ് വെള്ളം വെക്കുക. വെള്ളം വെച്ച് അതിനകത്ത് നമുക്ക് വിസിൽ വരുത്താം. ഒരു വിസിൽ മാത്രം മതിയാവും. നിങ്ങളെന്തായാലും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം വെച്ച് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ പിന്നീട് ചിക്കൻ കറി ഇതുപോലെ മാത്രമേ വെക്കുകയുള്ളൂ. നമുക്കിവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ശേഷം നമുക്ക് ഒരു പാത്രം ചൂടാക്കാൻ വയ്ക്കാം. നമ്മുടെ പൊടികളൊന്ന്, അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം ഇതിനകത്ത് നമ്മുടെ 2.5 ടീസ്പൂൺ, ഏകദേശം 2.5 ടീസ്പൂൺ ഇടാം. നിങ്ങൾക്ക് എരി കൂട്ടണമെങ്കിൽ, കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ഒരല്പം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ചൂടായോ നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയൊരു മണം വരും. ശേഷം നമുക്ക് നമ്മുടെ കറിച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം. എണ്ണ ഒഴിച്ച് ചൂടാക്കുക. നമ്മുടെ നമ്മളെ ഇറച്ചി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായി സെറ്റായിട്ടുണ്ടിത്. ചെവിട്ടിലങ്ങ് പിടിച്ചിട്ടില്ല, ആവശ്യത്തിന് വെള്ളമുണ്ട്. നമുക്കിതിലേക്ക് അത്യാവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂണോ 3 ടീസ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും ആഡ് ചെയ്യാം. ഒരു പച്ചമുളക്, 3 ചെറിയുള്ളിയുടെ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് പീസ് വെളുത്തുള്ളി അല്ലി ഇടാം. 2 പീസ് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ചതച്ചിടാം. ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായത് ഉള്ളി വഴണ്ടി വരണം. അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഞാൻ ഇതിനകത്ത് ഒരു ചെറിയൊരു പീസ് തക്കാളി എടുത്തു. അതിൻ്റെ 2ആയിട്ട് മുറിച്ചിട്ട് അതിലൊരു ഭാഗത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും മുളകും ചേർക്കാം. പച്ചമുളകും ആഡ് ചെയ്യാം. ഒരുപാട് ചുമക്കേണ്ടതില്ല. ശേഷം അത് വഴണ്ടി വരുന്നുണ്ട്. അല്പസമയം നമുക്കത് അടച്ചു വെച്ച് നോക്കാം. ഒരുപാട് സമയം അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഏകദേശം വഴണ്ടി വരുന്നുണ്ട്. അല്പസമയം കൂടെ നോക്കാം.
ഏകദേശം ഇത് ചുമന്ന് വരുന്നവരെ, ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നമ്മുടെ പരുവമായിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്യണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും നേരത്തെ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി വെച്ചല്ലോ, അതാണ് നമ്മൾ ആ മസാലയാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നീട് നമുക്കിന്നത്തെ തക്കാളി ചെറിയൊരു പീസാണ്. തക്കാളി ഒരുപാടായിപ്പോയാൽ അതിനകത്ത് വേറെ ടേസ്റ്റ് വരും, പുളി വരും നമ്മുടെ കറിക്കകത്ത്. അതുകൊണ്ട് ഒരല്പം വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം നമുക്ക് നമ്മുടെ കുക്കറിലിരിക്കുന്ന കറി, ആ ഇറച്ചി നമുക്ക് ചട്ടിയിലേക്കിടാം. നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാറ് കൂടുതൽ വേണം എന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. നല്ല കുറുകിയാണ് കറി ഇരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ചട്ടിയിൽ കറി വെച്ചിട്ടുള്ളവരാകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. അല്പസമയം വെയിറ്റ് ചെയ്യാം നമുക്ക്. ഏകദേശം നമ്മുടെ കറി ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കറിനകത്ത് ഒരൊറ്റ വിസിൽ മാത്രമേ കൊടുക്കാവൂ. കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് ഇറച്ചി പീസ് കിട്ടില്ല, എല്ലാം കറിയിൽ പിരിഞ്ഞു പോകും. എല്ല് മാത്രമേ കാണിക്കുകയുള്ളൂ. ലാസ്റ്റ് ഒരു പിടി ഇല ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞു കറിവേപ്പില കുറവായത് കൊണ്ടിട്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുത്തത്. ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് നേരത്തെ അല്പം മാറ്റി വെച്ചിരുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഒരല്പം കുരുമുളക് പൊടി ഇട്ട് അടച്ച് വയ്ക്കുക. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി ഇവിടെ. അല്പസമയം നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമുക്കിപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ സഹായിയെ കണ്ടല്ലോ, ഇതാണ് എൻ്റെ സഹായി. ഈ ചട്ടിയിലെ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ ഇതുപോലെ മാത്രമേ ചിക്കൻ കറി വെക്കുകയുള്ളൂ. നമുക്കിനി അടുത്ത റെസിപ്പിയുമായി പിന്നീട് കാണാം. ബൈ.